ദൃശ്യം നമുക്ക് ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ത്രില്ലറിൽ ഒന്ന് ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്ലാസിക് ക്രിമിനലിന്റെ കഥയാണ്. വളരെ ഗ്രാമീണത്വം തുളുമ്പുന്ന ജോർജ് കുട്ടി പോലീസുകാരെ പോലും കബളിപ്പിച്ച് മുന്നേറുന്ന ദൃശ്യത്തിന്റെ 3 ഇപ്പം ലോകമെമ്പാടും വൈറലാക്കിയിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ദൃശ്യം 3 350 കോടി പ്രീ സെയിൽ ബിസിനസ് നടന്നു എന്നുള്ളതാണ്. ഇത് തള്ളാണോ എന്നൊരു സംശയിച്ച് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഇതിന്റെ സത്യാവസ്ഥ, ഇതിന്റെ പൂർണ്ണമായ സത്യാവസ്ഥ തെളിവ് സഹിതം ഞാൻ ഇടുകയാണ്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, മലയാള സിനിമ ഒരുപാട് ദ്രോഹിക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് യഥാർത്ഥത്തിൽ മനോരമ ഹോർത്തൂസിൽ നമ്മുടെ രജപുത്ര രഞ്ജിത്ത് പറഞ്ഞ വീഡിയോ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മലയാള മനോരമ ഉൾപ്പെടെയുള്ള ചാനൽ, പത്രങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ മൊത്തം സോഷ്യൽ മീഡിയ തുറന്നാൽ 350 കോടി, നമുക്ക് 350 കോടി കിട്ടിയാൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. പക്ഷെ ഇത് തള്ളിന് ഭയങ്കര, ഒരാളെങ്കിലും ഇത് എവിഡൻസ്, രജപുത്ര രഞ്ജിത്ത് 350 കോടി കിട്ടി എന്ന് പറയുന്നതിന്റെ എവിഡൻസ് ഒരാളെങ്കിലും പ്രൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടാൽ നമ്മൾ ഈ വീഡിയോ പിൻവലിക്കുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഈ ചാനലിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ ഞാൻ പറയുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. വീഡിയോ രജപുത്ര രഞ്ജിത്ത് പറയുന്ന വീഡിയോ മനോരമ ഹോർത്തൂസിന്റെ 4ാം ദിവസം ലിസ്റ്റിൻ ചീഫിനും നമ്മുടെ രജപുത്രയോട് ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോ, ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക. അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. അതിനുശേഷം തുടരുമെന്ന് പറഞ്ഞ സിനിമ വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാനിത് യാഥാർത്ഥ്യം പറയാണ്. കാരണം വെച്ചാൽ ഇത് ഒരു മൈക്കില് ഒരു റെക്കോർഡറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയില് മുഴുവനും കൂടെ നമുക്ക് കിട്ടുന്ന ഷെയർ എന്ന് പറഞ്ഞത് വന്നിട്ടുള്ളത് 55 കോടി രൂപയാണ്. ഞാനിത് സത്യസന്ധമായിട്ട് പറയാണ്. 55 കോടി എന്ന് പറയുമ്പോൾ ഇൻറ്റു 3 ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കേരളത്തിൽ ഇന്ത്യയിലെ മാത്രമാണ്. അപ്പൊ ഏകദേശം 150 മുകളിൽ കോടി രൂപയുടെ ഗ്രോസ് കളക്ഷനാണ്. ഇത് ഗ്രോസ് കളക്ഷനാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും കൂടുതൽ, നമ്മളെക്കാൾ കൂടുതൽ കാശ് കിട്ടുന്നത് സർക്കാരിനാണ്. സർക്കാരിന് 2 തരത്തിലാണ്, GST പ്ലസ് ഇൻകം ടാക്സ്, അല്ലെങ്കിൽ എല്ലാം എന്റർടൈൻമെന്റ് ടാക്സ്, ഇതെല്ലാം ചേർത്ത് സർക്കാരിനാണ് ഏറ്റവും കൂടുതൽ കാശ്. അപ്പൊ ഇത്രയും രൂപ കിട്ടുന്ന ഒരു സിനിമയെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റിൽ ഇത് ശരിക്കും പറഞ്ഞാല് വളരെ വ്യക്തമായി പറഞ്ഞാൽ ഇവിടെ ഇന്നിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ദൃശ്യം 3 160 കോടി രൂപയ്ക്ക് ഒരു കമ്പനി റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നു. അപ്പോ ശരിക്കും പറഞ്ഞാൽ അത് ഇൻറ്റു 3 എന്ന് കൂട്ടിയാൽ എത്രയോ വലിപ്പത്തിലേക്ക് മലയാള സിനിമ പോയി എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ അതേ സമയത്ത് ഈ കേരളത്തിലെ കഴിഞ്ഞ വർഷം 10 കോടി രൂപ പ്രൊഡ്യൂസർക്ക് കിട്ടിയിട്ടുള്ള, 10 കോടിക്ക് മുകളിൽ കിട്ടിയിട്ടുള്ള സിനിമകളുടെ എണ്ണം 10 എണ്ണം മാത്രമാണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ കേട്ടവർക്ക് കൃത്യമായിട്ടും മനസ്സിലായി കാണും. രജപുത്ര അദ്ദേഹം കള്ളത്തരം ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് തുടരും സിനിമ, ആ സിനിമ 55 കോടി രൂപയാണ് ഷെയർ കിട്ടിയത്. നമുക്കറിയാം ഷെയറിന്റെ ഏകദേശം 3 ഇരട്ടിയോളം വരുന്നതാണ് ഗ്രോസ്. അദ്ദേഹം പറഞ്ഞത് അതിന്റെ 3 ഇരട്ടിയോളം വരുന്ന ഗ്രോസ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് 240 എന്നൊക്കെ പറയുന്ന കണക്കുകളൊക്കെ പറയുന്നു. 200 കോടിക്ക് മുകളിൽ എന്തായാലും 240 കോടിയോളം തുടരും നേടിയെന്നുള്ളത് 100% ഉറപ്പാണ്. 55 കോടി അതിന് ഷെയർ കിട്ടി. അദ്ദേഹം പറഞ്ഞു പ്രീ സെയിലിൽ 160 കോടി കിട്ടിയെങ്കിൽ, അതുപോലെ ഇത് തിയേറ്ററിൽ കളക്ട് ചെയ്താൽ, അവിടാണ് വളച്ചൊടിച്ച എല്ലാ മാധ്യമങ്ങളും, തിയേറ്ററിൽ കളക്ട് ചെയ്താൽ 160 കോടി പ്രീ സെയിൽ കിട്ടിയെന്ന് പറയുന്നു. അതുപോലെ തുടരും പോലെ അതിന്റെ 3 ഇരട്ടി, അത് 55 ഗുണം 3 എന്ന് പറയുന്ന പോലെ 3 ഇരട്ടി തിയേറ്ററിലൂടെ കളക്ട് ചെയ്താൽ ഇത് വലിയൊരു കളക്ഷനായി മാറുമെന്നാണ്. അന്നേരത്തേന് മലയാള മാധ്യമങ്ങളിലെല്ലാം, ഇനി ഇന്റർനാഷണൽ മാധ്യമങ്ങൾ വരെ പറഞ്ഞു ദൃശ്യം പ്രീ സെയിലിൽ 350 കോടി കിട്ടി. എങ്ങനെ, എവിടെ? രജപുത്ര എന്ന് പറയുന്ന നിർമ്മാതാവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് ഏറ്റവും രസം, മലയാള മനോരമയുടെ ഹോർത്തൂസിന്റെ ചാനലിൽ കയറി ഞാൻ സകലമാന വീഡിയോകളും കയറി നോക്കി. ഞാൻ ആ ചാനലിൽ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്. മിക്കവാറുള്ള വീഡിയോകളൊന്നും ഞാൻ അതിനകത്ത് കണ്ടതേയില്ല. ഇപ്പം അങ്ങനെയുള്ളൊരു വീഡിയോ ആരെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യാം, 350 കോടി കിട്ടി എന്ന് പറയാം. നമുക്ക് കിട്ടിയാൽ നല്ല കാര്യമാണ്. ഇപ്പൊ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഈ പറഞ്ഞ 268 കോടി, കാരണം അത് ആദ്യ ദിവസം പെട്ടെന്ന് കളക്ഷൻ ഡ്രോപ്പായ ഒരു സിനിമയാണ്. പിന്നെ പ്രീ സെയിൽ ബിസിനസ് നടന്നു എന്നൊക്കെ പറയുന്നതൊക്കെ എങ്ങനെ വിശ്വസിക്കാം? കാരണം വളരെ ഗംഭീരമായിട്ടാണ് ഇതൊരു
എന്താണ് PR വർക്ക് എന്നല്ല നമുക്ക് പറയുന്നത്, ഭയങ്കരം കള്ളത്തരം മൂടി ഒരു മലയാള സിനിമ ഇത്രയും ഗംഭീരമായിട്ട് ജോർജ് കുട്ടി പോലും അതിശയിക്കുന്ന രീതിയിലുള്ള കള്ളത്തരം ഉണ്ടാക്കി പടച്ചു വിട്ടെന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. എന്തായാലും തെളിവിതാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു വീഡിയോ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ പാലിച്ചിരിക്കും, ഉറപ്പിച്ചോ. എന്തായാലും ഇത് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക. ഒരിക്കലും മഞ്ഞുവൽ ബോയ്സോ പുലിമുരുകനോ ദൃശ്യമോ അല്ലെങ്കിൽ ലോകയൊക്കെ നേടിയ വിജയം അർഹിച്ച വിജയമാണ്. ഒരിക്കലും തള്ളാതിരിക്കുക. തള്ളി മറിച്ചുള്ള വിജയങ്ങൾ മലയാള സിനിമയ്ക്ക് എന്നല്ല ഇന്ത്യൻ സിനിമയ്ക്ക് ചേരുന്നതല്ല. മലയാള സിനിമയ്ക്ക് അത് അപമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വെയിറ്റ് ചെയ്യുക.